2 ദിവസം മുമ്പ് കൊച്ചി അങ്കമാലിയിൽ വെറും 6 മാസമുള്ള ഒരു കുഞ്ഞിന്റെ കഴുത്തറുത്തിട്ട് അമ്മൂമ്മ കൊന്നു. അമ്മ അടുക്കള ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മൂമ്മയെ ഏൽപ്പിച്ചു പോയ സമയത്താണ് റോസ്ലി എന്ന് പറയുന്ന അമ്മൂമ്മ കുഞ്ഞിനെ കഴുത്തറുത്ത് കൊന്നത്. കുഞ്ഞിന്റെ കഴുത്തിന്റെ 3/4 ഭാഗവും അറ്റുപോയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഈ കുട്ടീനെ എങ്ങനെയാണ് ഒരു മനസ്സാക്ഷിയും ഇല്ലാതെ വളരെ ക്രൂരമായിട്ട് കഴുത്തറുത്ത് കൊന്നതെന്ന്. എന്നാൽ റോസ്ലി എന്ന് പറയുന്ന ഈ അമ്മൂമ്മയ്ക്ക് മെന്റൽ ഡിസോർഡർ ഉണ്ടായിരുന്നു. ഇവിടെ ശരിക്കും യഥാർത്ഥത്തിൽ ആരാണ് കുറ്റക്കാർ? മാനസിക നില തെറ്റിയിട്ടുള്ള ആ അമ്മൂമ്മയാണോ, അതോ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുള്ള കുഞ്ഞിന്റെ അമ്മ റൂത്താണ്? മാനസിക നില തെറ്റിയിട്ടുള്ള ഒരു സ്ത്രീനെ നമ്മൾ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ള ആ നിമിഷത്തിൽ ആൾ ഓക്കെ ആയിരിക്കും. പക്ഷെ ഏത് സമയത്താണ് അവരുടെ മൈൻഡ് ഡിസോർഡറിൽ ആവുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുകയില്ല. അപ്പം ഒരിക്കലും നമ്മൾ മാനസിക പ്രശ്നമുള്ള ആളുകളുടെ അടുത്ത് കുട്ടികളെ ഏൽപ്പിക്കരുത്, പ്രത്യേകിച്ചും കൊച്ചു കുട്ടികളെ. ഒരു പക്ഷെ വിചാരിക്കുക, ഓക്കെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മൂമ്മയ്ക്ക്, അവർ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അതും അല്ലെന്നെങ്കിൽ ഇപ്പോ കാണുമ്പോൾ ആ വ്യക്തി കുഴപ്പമില്ലാത്തൊരു അവസ്ഥയിലാണല്ലോ ഇരിക്കുന്നതെന്ന്. പക്ഷെ അവരുടെ മനസ്സ് എപ്പോഴാണ് മാറുന്നതെന്ന് പറയാൻ കഴിയില്ല. അതല്ലെങ്കിൽ കൊച്ചു കുട്ടികളിൽ എന്തെങ്കിലും അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യം കാണുകയാണെന്നുണ്ടെങ്കിൽ കരയുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഒച്ച വെച്ചിട്ട് ചിരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ കുഞ്ഞിനെ ഉപദ്രവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവരുടെ മനസ്സെന്ന് പറയുന്നത് ഒരിക്കലും അവരുടെ നിയന്ത്രണത്തിലല്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വീട്ടിലെ അപകടകരമായിട്ടുള്ള മറ്റു ജോലികളിൽ ഒന്നും ഇവരെ ഉൾപ്പെടുത്തരുത്. അങ്ങനെ ഉൾപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ വിലയായിരിക്കും കൊടുക്കേണ്ടി വരാം. ഒരിക്കലും നമുക്ക് അവർക്ക് നേരെ വിരൽ ചൂണ്ടാൻ കഴിയില്ല, അവരാണ് തെറ്റുകാരെന്ന് പറയാൻ. കാരണം ഇത് ഒരു പനി പോലെയല്ല. അത്തരത്തിലുള്ള ആളുകളെ നമ്മൾ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തുകയല്ല വേണ്ടത്. നമ്മൾ അവരെ നെഞ്ചോട് ചേർത്ത് നിർത്തിയിട്ട് അവരെ കൂടുതൽ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു കുട്ടിക്ക് കൊടുക്കുന്ന അതേ ശ്രദ്ധ തന്നെയാണ് നമ്മൾ മാനസിക അസ്വാസ്ഥ്യമുള്ള ആളുകൾക്ക് കൊടുക്കേണ്ടത്. പൊതുവെ നമ്മൾ കണ്ടുവരാറുണ്ട്, മാനസിക അസ്വാസ്ഥ്യമുള്ള ആളുകളെ എല്ലാറ്റിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്നതും അതുപോലെ തന്നെ അവരോട് വളരെ മോശമായി പെരുമാറുന്നതും. ഇത്തരത്തിൽ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും അവർക്ക് ഗുണമല്ല ചെയ്യുക, ഗുണത്തേക്കാൾ കൂടുതൽ അവർക്ക് ദോഷമാണ് ചെയ്യുക. അപ്പോൾ അവരും മനുഷ്യന്മാരാണ്, അവരോട് വളരെയധികം ദയയോടെയും സ്നേഹത്തോടെയും നമ്മൾ ഇടപെടണം. ഇത് മറ്റേതൊരു അസുഖത്തെയും പോലെയാണ്. ചില അസുഖങ്ങൾ നമുക്ക് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറും, ചിലപ്പോൾ കുറച്ച് നാളുകൾ എടുത്തിട്ടേ മാറുള്ളൂ. എന്നാൽ ചില അസുഖങ്ങൾ നമുക്ക് മരണം വരെ പിന്തുടരും. അതുപോലെ തന്നെയാണ് മാനസികമായിട്ടുള്ള അസ്വാസ്ഥ്യം ഓർ മെന്റൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്.